എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് മസാല ഉപ്പുമാവാണ്. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ അറിയാമല്ലേ. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന റവ വറുത്തതാണെങ്കിലും നെയ്യിൽ ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടു ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ പാനിൽ തന്നെ വെക്കരുത്. പാനിൻ്റെ ചൂടുകൊണ്ട് പിന്നെയും ഇത് ഡ്രൈ ആവും. അപ്പോൾ അതിൻ്റെ പേരിൽ പാനിൽ നിന്ന് എടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ പീനട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 10 കാഷ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ദേ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ സവാള എല്ലാം ഒന്ന് വഴന്ന് വന്നു. നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും കണ്ടു ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് അങ്ങനെ വഴറ്റി നമ്മൾ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനപ്പോൾ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇത് ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങി നോക്കിക്കോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും പല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ള ബ്ലേഡ്സ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ പീലറൊക്കെ ഇതിൽ തന്നെ വരുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെയല്ല, നമുക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ക്വയർ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതുപോലെ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഷേപ്പിലും നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സവാള ആയാലും കണ്ടോ ഇത്രയും നൈസായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സവാള തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെയല്ല പല സൈസിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുള്ള എല്ലാ ബ്ലേഡുകളും ഇതിലുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ ആയാലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ലേസ് പോലെയൊക്കെ റെഡിയാക്കി കൊടുക്കില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിലൊക്കെ നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തക്കാളി ആയാലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
പിന്നെ ക്യാബേജ് ആയാലും കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ബോക്സ് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്കത് ക്യാബേജൊക്കെ വാഷ് ചെയ്തെടുക്കാനായിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്ന ബ്ലേഡ് ഇതിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ബ്ലേഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് വെജിറ്റബിൾസ് എന്നല്ല, ഏത് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇനിയിപ്പോൾ ആപ്പിളൊക്കെ ആയാലും നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഈ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചി കട്ട് ചെയ്തെടുക്കാനൊക്കെയല്ലേ നമുക്ക് കുറച്ച് പണിയുള്ളത്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വളരെ ചെറിയ സൈസിൽ തന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ കുറച്ച് പണിയല്ലേ. അത് നമുക്ക് ഇതിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലൊന്ന് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഓണൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പണിയൊക്കെ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ പിൻ ചെയ്തിടാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് പറ്റും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പയറൊക്കെ പച്ചപ്പയറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിക്കോളൂ. ഇനി 1/2 കപ്പ് നാളികേരം ചെറിയത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ, അതുപോലെ തന്നെ നാളികേരമൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ നാളികേരമൊക്കെ കണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ 1 കപ്പ് റവയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉപ്പുമാവ് കുറച്ച് തിക്കായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചോളൂ കേട്ടോ. ഞാനപ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയില്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നല്ലതുപോലെ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാനപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് പീനട്ടും കടലപ്പരിപ്പൊക്കെ ഇട്ട് ഇതേപോലെ ഒരു മസാല പോലെ റെഡിയാക്കി എടുത്തതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു ഉപ്പുമാവിന് ഒരു പ്രത്യേകമാണ്, രുചിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ മസാല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പീനട്ടും കടലപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.